മാർച്ച് 8 ലോക വനിതാ ദിനം. വനിതകൾക്കായി ഒരു ദിനം, സമത്വത്തിനായി പോരാടാനുള്ള ആഹ്വാനം കൂടിയാണ് ഈ ദിനം. ആക്സിലറേറ്റ് ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. തുല്യ അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായി സ്ത്രീകൾ നൂറ്റാണ്ടുകളായി നടത്തിയ പോരാട്ടങ്ങൾ പിന്നിലേക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ അതിരുകളും മതിലുകളും ഭേദിച്ച് മുന്നോട്ട്. ഓരോ നയംമാറ്റങ്ങൾക്കും നിയമ പോരാട്ട വിജയങ്ങൾക്കും പിന്നിൽ സധൈര്യം ഉറച്ചുനിന്ന പെൺശബ്ദങ്ങൾ. ലോകത്ത് 89% സർക്കാരുകൾ വനിതകൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ട്. 193 രാജ്യങ്ങൾ ഇതിനായി നിയമപരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഗാർഹിക പീഡന നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്തും തുല്യത കൈവരിക്കാനായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും വിടവ് നികത്താനായി എന്നാണ് റിപ്പോർട്ടുകൾ. സ്ത്രീകളുടെ സമാധാനവും സുരക്ഷയും ഉറപ്പിക്കാനായി 112ഓളം രാജ്യങ്ങൾ ദേശീയ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. 2010 ഇത് വെറും 19 രാജ്യങ്ങളായിരുന്നു. ഇന്നത്തെ ലോകം മുമ്പത്തേതിനേക്കാൾ തുല്യമാണ്. എങ്കിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പുരോഗമനം എന്നത് വിദൂരതയിലാണ്. ഓരോ 10 മിനിറ്റിലും ഒരു സ്ത്രീ സ്വന്തം കുടുംബത്തിൽ കൊല്ലപ്പെടുന്നുവെന്നാണ് കണക്കുകൾ. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം തുല്യമാക്കുക എന്നത് നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്നു. എന്തിനധികം പാർലമെന്റിൽ സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകണമെങ്കിൽ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇനിയും പിന്നിലേക്ക് എന്നൊന്ന് ചിന്തിക്കാനാകില്ല. തുല്യതയ്ക്കായി ഇനിയും 30 വർഷങ്ങൾ കാത്തിരിക്കാനുമാകില്ല. 2025 ഒരു വഴിത്തിരിവാകട്ടെ. അതിനായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ.